ആത്മീയ പരിവേഷണം നടത്തുന്ന ഏതൊരു മനുഷ്യനും ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചും പുനർജന്മങ്ങളെക്കുറിച്ചും ദീർഘമായൊരു അന്വേഷണം നടത്തുന്നവർ തന്നെയാണ്. തൻ്റെ കർമ്മകടങ്ങൾ തീർത്ത് പരബ്രഹ്മത്തിൽ ലയിക്കുന്നത് വരെ ഓരോ ആത്മാവും ജനന മരണ ചക്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് ഒരിക്കൽ പരിചയപ്പെട്ട ഒരു ആത്മാന്വേഷകനിൽ നിന്നാണ് കേട്ടത്. എന്നാൽ യുക്തിവാദിയായ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ തെളിവുകൾ ആവശ്യപ്പെട്ടു. സത്യത്തിൽ അവിടെ മുതലാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ജനിക്കുന്നത്. അങ്ങനെയാണ് പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ലാസ് സ്റ്റീവൻസന്റെ 20 കേസ് സജസ്റ്റീവ് ഓഫ് റീഇൻകാർണേഷൻ എന്ന ബുക്കിലേക്ക് എത്തിപ്പെടുന്നത്. 1966 പ്രസിദ്ധീകരിച്ച ഈ ഒരു ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ആണ് ഇൻ അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസ്. 1956 ഫെബ്രുവരിയിലാണ് മധ്യ സിലോണിലെ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ, ജ്ഞാനതിലക ഭട്ടതിവിത്താന എന്ന പെൺകുട്ടി ജനിക്കുന്നത്. അവൾക്ക് സംസാരിക്കാനുള്ള ഒരു പ്രായമൊക്കെ ആയപ്പോൾ അവളിൽ പ്രകടമായൊരു മാറ്റം മാതാപിതാക്കളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തനിക്ക് വേറൊരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ തമാശയായാണ് ഈ മാതാപിതാക്കൾ ഇതിനെ കണ്ടത്. പിന്നീട് അവളുടെ വാക്കുകളെ സശ്രദ്ധം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. നിലവിൽ ജ്ഞാനതിലകയും കുടുംബവും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയുള്ള തലാവാകലെ എന്ന മലയോര ഗ്രാമത്തിലാണ് താൻ ജീവിച്ചിരുന്നതെന്നും താൻ ഒരു ആൺകുട്ടിയായിരുന്നുവെന്നും മാത്രമല്ല താൻ മുൻ ജന്മത്തിലെ സഹോദരന്മാരുടെ പേരുൾപ്പെടെ അവൾ ഇങ്ങനെ വിശദീകരിക്കാനായിട്ട് തുടങ്ങി. ജ്ഞാനതിലകയുടെ ഈ അവകാശവാദങ്ങൾ ഗ്രാമത്തിലാകെ ഒരു ചർച്ചാ വിഷയമായി മാറി. അവളുടെ ഈ വാദങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ഗ്രാമത്തിലെ ഒരു പുരോഹിതൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താനായി തീരുമാനിച്ചു. പുരോഹിതൻ അവൾ വിവരിച്ച കുടുംബത്തെ അന്വേഷിച്ച് കണ്ടെത്തി. ജ്ഞാനതിലക ജനിക്കുന്നതിന് 15 മാസങ്ങൾക്ക് മുൻപ് ആ കുടുംബത്തിലെ തിലകരത്ന എന്ന പേരുള്ള ഒരു ആൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ എല്ലാവരും കൂടിച്ചേർന്ന് 1961 ജ്ഞാനതിലകയെ തലവാകലെയുള്ള മറ്റേ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഏർപ്പാടുണ്ടാക്കി. തിലകരത്നയുടെ കുടുംബത്തിലെ 7 പേരെയും ഗ്രാമത്തിലെ 2 പരിചിത മുഖങ്ങളെയും അവൾ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാണ് ഗ്രാമവാസികളെ കൃത്യമായി അവൾ തിരിച്ചറിഞ്ഞത്. പൂർവ്വജന്മത്തിലെ അമ്മയെയും അവളോട് വാത്സല്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനെയും കണ്ടപാടെ അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പുണർന്നു. പൂർവ്വജന്മത്തിലെ കുട്ടിയായിരുന്ന തിലകരത്നയ്ക്ക് ആ കുടുംബത്തിലെ ഏതൊക്കെ വ്യക്തികളോട് വെറുപ്പും വിദ്വേഷവും തോന്നിയിരുന്നുവോ അതേ മനോഭാവത്തോടെയുള്ള സമീപനം തന്നെയായിരുന്നു ജ്ഞാനതിലകയ്ക്ക് അവരോടും തോന്നിയത്. ശ്രദ്ധേയമായ മറ്റു ചില സാമ്യതകളും അവർക്കിടയിലുണ്ടായിരുന്നു. തിലകരത്ന ശരിക്കും ഒരു പെണ്ണത്തമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ജ്ഞാനതിലകയുടെ മാതാപിതാക്കളാകട്ടെ അവൾക്ക് അല്പം ആണത്തമുണ്ടെന്ന അഭിപ്രായമുണ്ടായിരുന്നു. നീല നിറം 2 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വർണ്ണമായിരുന്നു. ഒരു വീഴ്ചയെ തുടർന്നാണ് തിലകരത്ന മരിക്കുന്നത്. ജ്ഞാനതിലകയ്ക്ക് ഇരങ്ങളെ എപ്പോഴും ഭയമായിരുന്നു. മാത്രമല്ല എല്ലാത്തരം മരുന്നുകളോടും ഒരു തരം പേടിയുമായിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന കുടുംബങ്ങൾക്കിടയിലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളോ ഉള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്ന് ഈ ഒരു കേസിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സ്റ്റീവൻസൺ ഒരിക്കൽ കൂടി സമർത്ഥിക്കുന്നുണ്ട്. ഈ കേസിലും യുക്തിചിന്തകർക്ക് നൽകാൻ കഴിയുന്ന സാധ്യമായൊരു വ്യാഖ്യാനം ഒന്നു മാത്രം, ജ്ഞാനതിലക സത്യം പറയുകയായിരുന്നു എന്നതാണ്.